ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെയൊക്കെ പണി അടിപൊളിയായിട്ട് പൂർത്തിയായിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കേട്ടോ വളരെ മികച്ച രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം ഹായ് ഫ്രണ്ട്സ്, NH66 ആറൂരി പാതയാക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ പണി നടക്കുന്ന സ്ഥലങ്ങളാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടം വെട്ട് റോഡാണ്. വെട്ട് റോഡിൽ അണ്ടർപാസിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ വേഗത്തിൽ പണി നടക്കുന്ന ഒരു സ്ഥലമാണ് കഴക്കൂട്ടം വെട്ട് റോഡ്. ഇവിടെയാണ് അണ്ടർപാസ് വരുന്നത്. അണ്ടർപാസിൻ്റെ പണി നല്ല അടിപൊളി വേഗത്തിലാണ് നടക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങോട്ട് തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. പൈലിങ്ങിൻ്റെ പണി ഏകദേശം പൂർത്തിയാവാറായിട്ടുണ്ട്. തകൃതിയായിട്ടാണ് നടക്കുന്നത്. ഇന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ NH66 ആറൂരി പാതയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും വേഗത്തിൽ പണി നടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണികൾ പുരോഗമിച്ചിട്ടുള്ള സ്ഥലങ്ങളെ കാഴ്ചകൾ മാത്രമായിരിക്കും ഈ വീഡിയോയിൽ കണ്ടോ. ഫയലിങ്ങൊക്കെ വളരെ ഫാസ്റ്റായിട്ട് എത്ര അടുത്താണ് ഒരുമിച്ച് നടക്കുന്നതെന്നറിയോ? 1 2 3 4 5 6 ഒരുപാട് സ്ഥലത്ത് ഒരുമിച്ച് ഫയലിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. വളരെ ഫാസ്റ്റായിട്ടാണ് ഈ വെട്ട് റോഡിൽ ഫയലിംഗ് നടക്കുന്നത്. ഇവിടെ വലിയ ഒരു അണ്ടർപാസ്സാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലൈ ഓവർ എന്ന് പറയാം അല്ലേ. 1 2 3 4 പിയറിൽ വരുന്നതാണ് കേട്ടോ. 4 പിയർ ഉണ്ടെന്ന് തോന്നുന്നു. ചാത്തന്നൂർ വരുന്നതിൻ്റെ അത്രയും വലിയ രീതിയിലുണ്ടെന്ന് തോന്നുന്നു. വലിയ അണ്ടർപാസ്സാണ് അല്ലെങ്കിൽ ഒരു മേൽപ്പാലമാണ് കേട്ടോ. 1 2 3 4 പിയറിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 അടുത്താണ് പൈലിംഗ് നടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് മുമ്പോട്ട് പോയി ഏറ്റവും കൂടുതൽ പണികൾ നടക്കുന്ന സ്ഥലങ്ങളെ കാഴ്ചകൾ കാണാം. ഓക്കെ, നമ്മളിപ്പോൾ കണിയാപുരത്തെത്തി. കണിയാപുരത്ത് മേൽപ്പാലമാണ് വരുന്നത്. 2 പിയറിൻ്റെ വർക്ക് മാത്രമേ പൂർത്തിയായിട്ട് കുറച്ച് നാളായി. അതിനുശേഷം ഇവിടെ വേറെ പൈലിങ്ങിൻ്റെ വർക്കൊന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പം ഇവിടെ വർക്ക് കട്ട സ്ലോ ആണ്. ഫ്രണ്ട്സ്, നമ്മൾ കഴക്കൂട്ടം വെട്ട് റോഡ് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം കണിയാപുരം കഴിഞ്ഞ് വരുമ്പം പള്ളിപ്പുറം എത്തുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് ഫാസ്റ്റായിട്ട് ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ 2 ഭാഗത്തും ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. പൂർത്തിയായതല്ല, പണി പുരോഗമിച്ചുകൊണ്ട് ഫാസ്റ്റായിട്ട് പണി പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കണ്ടോ ഇവിടെ മണ്ണിട്ട് ലെവൽ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡും മണ്ണിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഫാസ്റ്റായിട്ടാണ് വർക്ക് നടക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഇവിടെ നിന്ന് നേരെ പള്ളിപ്പുറം വരെയും അടിപൊളി വേഗത്തിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടം വരെയുള്ള കാഴ്ചകൾ കാണാം. അങ്ങോട്ട് മുമ്പോട്ട് വരുമ്പം ഇവിടെ ഒരു അണ്ടർപാസ് അത്യാവശ്യമായിരുന്നു അല്ലേ. ഇവിടെ അണ്ടർപാസ് ഇല്ലെന്ന് തോന്നുന്നു. അണ്ടർപാസ് ഇല്ല കേട്ടോ. ഈ ക്രാഷ് ബാര് കാണപ്പോൾ അറിയാം. അണ്ടർപാസ് ഉണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ വന്നേനെ. പക്ഷെ ഇവിടെ ഒരു അണ്ടർപാസ് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം ഇവിടെ കുറച്ച് ഭാഗം ഡിലേ ആണെങ്കിലും ഇത് കഴിഞ്ഞ ഉടനെ വളരെ ഫാസ്റ്റായിട്ടാണ് ആ ഭാഗത്ത് വർക്കുകൾ നടക്കുന്നത്. നമുക്ക് മുമ്പോട്ട് പോയി കാഴ്ച കാണാം. കേട്ടോ, ഇവിടെ റൈറ്റ് സൈഡിൽ റോഡ് ഇപ്പോൾ നിലവിലുള്ള റോഡിനേക്കാളും കുറച്ചും കൂടി ഉയർന്നിട്ടാണ് പുതിയ റോഡ് വരുന്നത് കേട്ടോ. മണ്ണും മെറ്റിലും കൊണ്ടിട്ട് നല്ല രീതിയിൽ ഹൈറ്റിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 1 വേ ആയിട്ടുണ്ട് കണ്ടോ. ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ റൈറ്റ് സൈഡിൽ സർവീസ് റോഡ് വഴിയാണ് വരുന്നത്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും സർവീസ് റോഡ് താറ് ചെയ്തിട്ടുണ്ട്. വാവ്, ഇത് ഞാൻ കണ്ടില്ല, ഇപ്പോഴാണല്ലോ കാണുന്നത്. നോക്ക് ഗൈസ്, ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡ് താറ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്രാഷ് ബാരിയർ കൂടെ കെട്ടി ഉയർത്തുന്നുണ്ട്. മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട്. റൈറ്റ് സൈഡിൽ സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ വാഹനം എല്ലാം കടന്നു വരുന്നത്. ഇവിടെ പുതിയ റോഡ് നല്ല രീതിയിൽ, ഇവിടെ കുറച്ച് താഴ്ചയുള്ള പ്രദേശമായിരുന്നു. ഇവിടെ വേണ്ട അപ്പോൾ ഈ രീതിയിലേക്ക് മണ്ണിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ഹൈറ്റിലായിട്ടാണ് കേട്ടോ പുതിയ റോഡ് വരുന്നത്. മണ്ണിട്ട് ഉറപ്പിച്ച് നല്ല രീതിയിലുള്ള വർക്ക് പുരോഗതിയാണ് ഈ പള്ളിപ്പുറം ഈ ഭാഗത്ത് നടക്കുന്നത് കേട്ടോ. നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഇതിന് മുമ്പ് വന്നപ്പം ഇത്ര ഉയർന്നിട്ടില്ലായിരുന്നു മണ്ണ്. ഇപ്പോൾ വീണ്ടും മണ്ണിട്ട് ഉയർത്തി നല്ല നിരപ്പായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹൈറ്റിലാണ് ഇനി റോഡ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ മേളിലാണ് ഇനി താറിങ്ങി വരുന്നത്. മണ്ണിട്ട് ഇത്ര രീതിയിൽ ഉയർത്തും. നമുക്ക് ഈ ക്രാഷ് ബാരിയർ കാണാൻ പറയാം കേട്ടോ. ആ താറിന് കൂടെ വരുന്ന ആ രീതിയിലും കൂടെ ഉയർത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അപ്പോൾ വമ്പ രീതിയിലുള്ള മാറ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളെല്ലാം റൈറ്റ് സൈഡിൽ കൂടെ ഈ സർവീസ് റോഡ് വഴിയാണ് കടന്നു വരുന്നത് കേട്ടോ. സർവീസ് റോഡ് അടിപൊളിയായിട്ട് താറ് ചെയ്തിട്ടുണ്ട്. വാവ്! ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ബൈപ്പാസ് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഭാഗത്താണ് നല്ല തകൃതിയായിട്ട് വർക്ക് നടക്കുന്നത്. ആ ഭാഗത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്.
ഇവിടെയൊക്കെ ഈ രീതിയിലുള്ള വർക്ക് പുരോഗതി നടന്നിട്ടുണ്ട് കേട്ടോ. തട്ടായിട്ട് റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് ഇവിടെ വരുന്നത്. കാരണം നല്ല താഴ്ചയുള്ളൊരു പ്രദേശമായിരുന്നു. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല താഴ്ചയുള്ള പ്രദേശമാണ്. ഇവിടെ ഇങ്ങനെ എൻ്റെ വണ്ടി പുലിയാണ് കേട്ടാ. ഇവിടെയൊക്കെ നല്ല താഴ്ചയുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ ഒക്കെ എന്നെ സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പുറത്ത് സർവീസ് റോഡ് മുമ്പേ പറഞ്ഞ പോലെ താറ ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടെ കുറച്ചും കൂടെ ഉയരുമെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഭാഗത്ത് കണ്ടോ, അവിടെ ക്രാഷ് ബാരിയർ ആണെന്ന് പറയാം. അവിടെ കോൺക്രീറ്റ് വാൾ നല്ലൊരു ഹൈറ്റിലാണ് വരുന്നത് കേട്ടോ. ഇവിടെ നല്ല ഹൈറ്റിലാണ് പുതിയ റോഡ് വരുന്നത്. കാരണം പള്ളിപ്പുറം ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, വലിയൊരു അണ്ടർപാസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടുന്ന് റോഡ് നല്ല രീതിയിൽ ഉയർന്നു പോകും. അതുകൊണ്ട് ഇവിടെ ഇനിയും റോഡ് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തും. അത് ഘട്ടഘട്ടമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല രീതിയിൽ പണി നല്ല രീതിയിൽ പുരോഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഈ തിരുവനന്തപുരം ജില്ല പള്ളിപ്പുറം. ഈ സർവീസ് റോഡിൽ കൂടി പോയ ഒരു വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പള്ളിപ്പുറം വലിയൊരു അണ്ടർപാസാണ് വരുന്നത്. അതിൻ്റെ തൂണിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും പണി കഴിഞ്ഞു. ഇനി ഈ ഗഡറുകൾ അതിൻ്റെ മേളിലേക്ക് എടുത്ത് വയ്ക്കുന്ന പരിപാടിയാണ് അടുത്തത്. ഉടനെ ഇതിൻ്റെ മേളിൽ ഗഡറുകൾ സ്ഥാപിക്കും. ബാക്കി പണികളെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര വലിയ അണ്ടർപാസാണ് കേട്ടോ. അത്രത്തോളം വീതിയുണ്ട് ഇവിടെ ഇല്ല. ടെക്നോ പാർക്ക് ഫേസ് 4 അവിടെയാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ ഇപ്പം മണ്ണിട്ട് ഉയർത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ 2 തൂണിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് കുറച്ച് നാളായി. ഇവിടെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് പുരോഗമിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലൊക്കെ കണ്ട മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത്. അപ്പോൾ പള്ളിപ്പുറം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മംഗലപുരം ജംഗ്ഷനിൽ വരുന്ന ഒരു അണ്ടർപാസ്. അപ്പോൾ ഒരു ഭാഗത്തേക്കുള്ള പിയർ ഗ്യാപ്പിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത ഭാഗത്തേക്കുള്ള അണ്ടർപാസിൻ്റെ പൈലിംഗ് വർക്കുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ അതിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വർക്കുകൾ നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് മംഗലപുരം അണ്ടർപാസിൻ്റെ. ഫ്രണ്ട്സ്, മംഗലപുരം കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ തോന്നയ്ക്കൽ വളരെ ഫാസ്റ്റായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ 2 ഭാഗത്തും കണ്ട ക്രാഷ് ബാറിൻ്റെയൊക്കെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ പുതിയ റോഡ് നല്ല രീതിയിൽ ഉയർത്തി കൊണ്ടുവരികയാണ്. അതിൻ്റെ പണി തകൃതിയായിട്ട് നടക്കുകയാണ്. ലെഫ്റ്റ് സൈഡ് സർവീസ് റോഡിൻ്റെയൊക്കെ പണി അടിപൊളിയായിട്ട് പൂർത്തിയായിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കേട്ടോ വളരെ മികച്ച രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം തോന്നയ്ക്കലാണ് നിൽക്കുന്നത്. ഈ സർവീസ് റോഡ് കണ്ട എത്ര വീതിയേ ഉള്ളൂ കേട്ടോ. ഒരു ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാറിന് പോകാൻ സ്ഥലമില്ല. പിന്നെ ആണ്ട് ഇതേപോലെ വണ്ടികൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെടും. ഒരു ബസ് കഷ്ടിച്ച് പോവാം. അപ്പോൾ സർവീസ് റോഡ് കുറച്ചും കൂടെ വീതി വേണം. അറിയാതെ. അപ്പോൾ നമ്മളിപ്പോൾ തോന്നയ്ക്കലാണ്. തോന്നയ്ക്കൽ ഇപ്പം സർവീസ് റോഡ് അടിപൊളിയായിട്ട് താറ ചെയ്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ സർവീസ് റോഡ് മുകളിൽ കൂടെയാണ് കേട്ടോ. അവിടെയും താറ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുവഴി ഒന്ന് പോയാലോ? ഓക്കെ, മേളിൽ കൂടെയുള്ള സർവീസ് റോഡ് വഴി നമുക്കൊന്ന് കറങ്ങി വരാം. അപ്പം തോന്നയ്ക്കൽ ഇപ്പം വർക്കുകൾ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മളിപ്പം കുമാരനാശ സ്മാരകത്തിൻ്റെ അവിടുത്തെ കാഴ്ചയാണ് കാണുന്നത്.
ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തോന്നയ്ക്കലായി നിൽക്കുന്നത്. തോന്നയ്ക്കലപ്പോൾ ഈ രീതിയിലുള്ള വർക്ക് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ആശാൻ സ്മാരകത്തിൻ്റെ അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ റോഡ് താറ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ കയറാനാണ് നമ്മൾ ഇതുവഴി കറങ്ങി വന്നത്. നമുക്ക് അവിടെ ഒന്ന് കാണാം. ഇവിടെ വർക്ക് വളരെ വേഗത്തിലാണ് നടക്കുന്നത് കേട്ടോ. അപ്പം തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ കഴക്കൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വർക്കുകൾ വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ തോന്നയ്ക്കൽ, മംഗലപുരം തോന്നയ്ക്കൽ കേട്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡ് ഈ രീതിയിൽ ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം നല്ല രീതിയിൽ ഇടിച്ച് താത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കുന്നുള്ള ഏരിയ ആയിരുന്നു. ഈ ഭാഗം നല്ല ഇടിച്ച് താത്തിട്ടുണ്ട്. ഇപ്പം ഇന്നലെ ഇന്നുമായിട്ടൊക്കെ ഇടിച്ച് താത്താണ് കേട്ടോ. ഇപ്പോൾ ഇടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. സർവീസ് റോഡ് നല്ല ഉയർന്നിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത് കേട്ടോ. ഈ പൊടി പറത്തിക്കൊണ്ടൊരു വണ്ടി വരുന്നത്. അമ്മോ, എന്ത് പൊടിയാണ്! അടച്ചു കളയാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിതോ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് തോന്നയ്ക്കലുള്ള ആശാ സ്മാരകം. അപ്പോൾ നമ്മൾ തോന്നയ്ക്കലുള്ള ആശാ സ്മാരകത്തിൻ്റെ ഫ്രണ്ടിലാണ് ഗൈസ്. ഈ ആശാ സ്മാരകത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു 38 സെൻറ്റ് വസ്തുവും 2 നില വീടും വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് ആശാ സ്മാരകം. അതിന് കറക്റ്റ് ഓപ്പോസിറ്റാണ് ഈ പ്രോപ്പർട്ടി. ഒരു കോമ്പൗണ്ടിനുള്ളിൽ 2 വീടാണുള്ളത് കേട്ടോ. വിൽപ്പനയ്ക്കുള്ളത് ലാസ്റ്റത്തെ വീടാണ്. ആ വീട്ടിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വസ്തുവും അത് വിൽപ്പനയ്ക്കുള്ളതാണ്. ഈ 38 സെൻറ്റ് വസ്തുവിലുള്ളതാണ്. ഇവിടെ ഈ 13 സെൻറ്റാണ് കേട്ടോ റോഡ് ഫേസിലുള്ളത്. നമ്മൾ നേരെ വീട്ടിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഇതാണ് കേട്ടോ വിൽപ്പനയ്ക്കുള്ള വീട്. 2 നില വീട്, 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. ഇവിടെ നമ്മൾ മുമ്പിലേക്ക് നോക്കുമ്പോൾ നേരെ കാണുന്നതാണ് നാഷണൽ ഹൈവേ 66. ആ റോഡിൽ നിന്ന് എത്രത്തോളം ഒരു 50 മീറ്റർ മാറിയിട്ടാണ് കേട്ടോ വീടുള്ളത്. അതുകൊണ്ട് തന്നെ റോഡിൻ്റെ തിരക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഈ സ്ക്രീനിൽ കാണും. കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ നമുക്ക് വീഡിയോ തുടരാം. പറഞ്ഞ പോലെ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ളവർ ആർക്കെങ്കിലും താല്പര്യം കാണും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കാര്യം പറയുക, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെന്ന്. നമുക്ക് മുന്നോട്ട് പോയി കാണാം. തിരുവനന്തപുരം ജില്ലയിലെ ബാക്കി വളരെ വേഗത്തിൽ പണി നടക്കുന്ന സ്ഥലങ്ങൾ മാത്രമായിരിക്കും ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ തോന്നയ്ക്കൽ കഴിഞ്ഞ് തോന്നയ്ക്കൽ ഇവിടെയും നല്ല രീതിയിൽ വർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് ഫ്രണ്ട്സ്. നമ്മൾ തോന്നയ്ക്കൽ കഴിഞ്ഞ് വരുമ്പോൾ ഇത് 16-ാം മൈലാണ്. ഇവിടുന്ന് 16-ാം മൈലിൽ നിന്ന് ഇവിടെ 16-ാം മൈലിൽ ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ 2 ഭാഗത്തും പണി പൂർത്തിയായിട്ടുണ്ട്. ചെറിയൊരു അണ്ടർപാസ്സാണ്. ഫ്രണ്ട്സ്, ഇവിടുന്ന് 16-ാം മൈലിൽ നിന്ന് ഈ 16-ാം മൈലിൽ ഈ അണ്ടർപാസിൽ നിന്ന് തൊട്ടടുത്താണ് ചെമ്പകമംഗലം അണ്ടർപാസ് വരുന്നത്. 2 അണ്ടർപാസ് ഒരു 500 മീറ്റർ ഡിസ്റ്റൻസിലാണ് കേട്ടോ. 500 മീറ്റർ ഇല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കുകൾ നടക്കുന്നത് കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ നല്ല 2 അണ്ടർപാസ് വരുന്നതിനെ കൊണ്ട് ഇവിടെ മെയിൻ റോഡ് നല്ല ഉയർന്നിട്ടായിരിക്കും വരുന്നത്. ഓൾറെഡി റൈറ്റ് സൈഡിൽ നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴേ റോഡ് മണ്ണിട്ട് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നല്ല അടിപൊളിയായിട്ട് വേഗത്തിൽ വർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഈ 16-ാം മൈലിലും
ചെമ്പകമംഗലത്തിൻ്റെ ഇടയിലുള്ള ഈ സ്ഥലം എന്ന് പറയുന്നത്. രണ്ടിടത്തും അണ്ടർപാസ് ഉണ്ട്. അതാണ് ചെമ്പകമംഗലം വരുന്ന അണ്ടർപാസ്. നമുക്ക് റൈറ്റ് സൈഡിൽ പോയി ഇപ്പോൾ അവിടെ പണി നടക്കുന്ന ഭാഗത്തെ കാഴ്ചകളും കൂടെ കാണാം കേട്ടോ. കറങ്ങി തിരിഞ്ഞു പോയി നമുക്ക് ഇവിടെ ചെമ്പകമംഗലത്തിൻ്റെയും 16-ാം മൈലിൻ്റെ ഇടയിൽ പണി നടക്കുന്ന ഭാഗത്തെ കാഴ്ചകൾ കാണാം. കളർഫുൾ കട ആണ്. ഇവിടെ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചപ്പുറത്തോട്ട് നല്ല രീതിയിലുള്ള വർക്ക് പുരോഗമിച്ചിട്ടുണ്ട്. കേട്ടോ, ഇവിടെ ഓടയുടെ നിർമ്മാണവും അതേപോലെ തന്നെ ഈ കോൺക്രീറ്റ് വാള്, റെഡിമെയ്ഡ് കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ച് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനു മുമ്പ് വന്നപ്പം ഇത്രയും പൊങ്ങിയിട്ടില്ലായിരുന്നു. മണ്ണിട്ട് തകൃതിയായിട്ട് വർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 16-ാം മൈലും ചെമ്പകമംഗലത്തിൻ്റെ ഇടയിലുള്ള ഈ സ്ഥലം. ഓക്കെ, നമുക്കിനി തിരിച്ച് ബാക്കി തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണ് വളരെ വേഗത്തിൽ വർക്ക് നടക്കുന്നതെന്ന് കാഴ്ചകൾ കാണാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കോരാണി എത്തിയിട്ടുണ്ട്. ചെമ്പകമംഗലം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കോരാണി ഈ ഭാഗത്താണ്. വളരെ ഫാസ്റ്റായിട്ടുള്ള വർക്കുകളൊന്നും അല്ല കാണാൻ സാധിക്കുന്നെങ്കിലും വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ഈ കോരാണി കൊണ്ട് അവിടെ ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നല്ല ഒരു ഇറക്കമാണ്, കുഴിയാണ് കേട്ടോ. കുഴിയും കയറ്റമാണ്. അത് കൂടാതെ ഇവിടെ അണ്ടർപാസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ പൊങ്ങുമെന്ന് വെച്ചാൽ നല്ല ഹൈറ്റിൽ റോഡ് വരും. അവിടെ അണ്ടർപാസ്സാണ്, അല്ലാതെ ഓൾറെഡി ഇവിടെ ഭയങ്കര കുഴിയായ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര വർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഇത് മണ്ണ് ടെസ്റ്റാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ മണ്ണ് ടെസ്റ്റാണ് തോന്നുന്നത് നടക്കുന്നത്. കാരണം അവിടെ അത്രത്തോളം മണ്ണ് കയറും കേട്ടോ. അപ്പോൾ അവിടെ നല്ല രീതിയിൽ മണ്ണിൻ്റെയൊക്കെ പഠനം നടത്തിയിട്ട് മണ്ണിട്ട് ഉറപ്പിക്കാൻ പറ്റും. കാരണം അത്രത്തോളം മണ്ണിട്ട് ഉയർത്തണം. ഓക്കെ, ഇപ്പോൾ ഈ റോഡില്ലേ, ഈ റോഡ് തന്നെ അപ്പം നിലവിലുള്ള റോഡ് തന്നെ നല്ല ഹൈറ്റിലാണ് പോകുന്നത്. അതിനേക്കാളും ഉയരണം. കാരണം അപ്പുറത്ത് അണ്ടർപാസ് ഉള്ളതിനെ കൊണ്ട് ഇവിടെ കണ്ട മണ്ണിട്ട് അവിടെ നല്ല വർക്കുകൾ നടക്കുകയാണ്. ഇവിടെ നല്ല വർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത്യാവശ്യം വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ നടക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, കോരാണി കഴിഞ്ഞ് നമ്മൾ മാമൻ പാലം എത്തുന്നതിന് തൊട്ട് മുമ്പാണ്. ഇവിടെയും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ നല്ല കുഴിയുള്ള ഭാഗമാണ് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ ലെഫ്റ്റ് ഈ സൈഡ് ചേർന്നിട്ടാണ് കേട്ടോ റോഡ് വരുന്നത്. ഇവിടെ നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. ഇവിടെ നല്ല പണി വേണ്ട സ്ഥലമാണ്. അതേപോലെ തന്നെ കോൺക്രീറ്റ് വാൾ ഇങ്ങനെ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കുറേ പാറയൊക്കെ ഉണ്ട്. പാറയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. ഇവിടെയും അത്യാവശ്യം തരക്കേടില്ലാത്ത സ്പീഡിലാണ് പോകുന്നത്. ഇവിടെ നല്ല ഹൈറ്റാണ്. ഇപ്പോഴാണ് ഓടയുടെ നിർമ്മാണമൊക്കെ ഇവിടെ തുടങ്ങിയത്. കാരണം ഇവിടെ പാറയായിരുന്നു. അങ്ങനെ പാറയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ മാമൻ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബൈപ്പാസ് കടന്നു വരുന്നത് കണ്ട ഈ ഭാഗത്തൂടെയാണ് വരുന്നത്. ഈ ഭാഗത്ത് എങ്ങും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ വലിയ രീതിയിലുള്ള വർക്ക് വേണ്ടി വരും. ഇവിടെ കംപ്ലീറ്റ് മിക്കവാറും പാലമായിരിക്കും വരുന്നത്. ഒന്നും അറിയാൻ വയ്യ. ഇവിടെ എന്തായാലും ഓൾറെഡി ഇവിടെ എന്തായാലും പാലം വേണം. എന്താണ് ഇപ്പം നിലവിലുള്ള റോഡ്, പുതിയതായിട്ട് വരുന്ന റോഡ് ഈ രീതിയിലായിരിക്കും. ഇവിടെ ആറുണ്ട്. എന്നാലും എന്തായാലും പാലം വേണ്ടി വരും. ഒരുപക്ഷെ നീണ്ട വലിയൊരു പാലം ആയിരിക്കും. ഇവിടെ നല്ല താഴ്ചയുള്ള ഭാഗമാണ്. മണ്ണിട്ട് ഉയർത്താനാണെങ്കിൽ വലിയ ജോലിയായിരിക്കും. പക്ഷെ ഇവിടെ വർക്ക് തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം കല്ലമ്പലത്തിന് ശേഷമായിരിക്കും ബാക്കി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ ഓൾറെഡി ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട്. 10 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട്.
അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് ആറ്റിങ്ങൽ ബൈപ്പാസിലെ വീഡിയോ കംപ്ലീറ്റ് ഒരു വീഡിയോ എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ആറ്റിങ്ങൽ ബൈപ്പാസ് കംപ്ലീറ്റ് വളരെ വേഗത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണം. ഇതിൻ്റെ കൂടെ അല്ല, സെപ്പറേറ്റ് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് വീഡിയോ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല. നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം കല്ലമ്പലത്ത് നിന്ന് അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പം കല്ലമ്പലം ആയങ്കോണത്താണ് കേട്ടോ, മണമ്പൂർ ആയങ്കോണം. ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഓവർപാസ്സാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ വരാൻ പോകുന്ന റോഡ് നല്ല താഴ്ചയിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇടിച്ചാത്തേ ഉള്ളായിരുന്നു, പക്ഷേ ഇടിച്ചാത്തായിരുന്നു കാണിച്ചത്. പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് വീണ്ടും താത്തിരിക്കുന്നു നല്ല രീതിയിൽ. ഇനിയും താഴും കേട്ടോ, കാരണം അടി കൂടെ റോഡ് പോകുന്നതിനെ കൊണ്ട് വലിയ രീതിയിലാണ് ഇവിടെ റോഡ് താഴുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര രീതിയിലുള്ള വർക്കുകൾ നടക്കുകയാണ് കേട്ടോ. മണ്ണ് ഇടിച്ച് താത്തുകൊണ്ടായിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ അപ്പുറത്തോട്ട് റോഡ് താഴ്ന്ന് കിടക്കുകയാണ് കേട്ടോ. അതേ ലെവലിന് തന്നെ ആയിരിക്കും ഇവിടെ ഈ റോഡ് വരുന്നത്. സർവീസ് റോഡ് ഇങ്ങനെ ഉയർന്നിട്ടായിരിക്കും വരുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ താഴ്ന്നു വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മേളിൽ കൂടെ ഒരു റോഡുണ്ടായിരിക്കും, ഓവർപാസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും റോഡ് നല്ല രീതിയിൽ ഇടിച്ച് താക്കണം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗവും നല്ല രീതിയിൽ താന്നായിരിക്കും റോഡ് വരുന്നത്. വളരെ വേഗത്തിൽ പണി നടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം. കല്ലമ്പലം ടൗണിൽ ഏറ്റവും സ്ലോ ആയിട്ടാണ്, ഏറ്റവും താമസിച്ചാണ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് ഒരു 1.5-2 മാസം കഴിയുന്നേ ഉള്ളൂ. അപ്പോൾ താമസിച്ച് വർക്ക് തുടങ്ങിയതാണ്. പക്ഷേ വളരെ ഫാസ്റ്റായിട്ടാണ് ഇവിടുത്തെ മേൽപ്പാലത്തിൻ്റെ വർക്ക് നടക്കുന്നത്. ഇവിടെ പൈലിംഗ് വർക്കൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പം പിയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് കല്ലമ്പലം. ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ പിയർ ഗ്യാപ്പിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ വേണ്ട, ഇവിടുത്തെ ഈ പിയർ ഗ്യാപ്പിൻ്റെ വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കല്ലമ്പലം ടൗൺ കഴിഞ്ഞ് വരുമ്പോൾ നാവായികുളം തട്ടുപാലം എത്തുന്നതിന് മുമ്പ് ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് നാവായികുളം തട്ടുപാലം കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വേഗത്തിൽ പണി നടക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ ഫാസ്റ്റായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നാവായികുളം തട്ടുപാലത്തിൻ്റെ അവിടെ. രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ വർക്ക് കാണാം. ഇവിടെയൊക്കെ ഫിനിഷ് ചെയ്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട്സ്, തട്ടുപാലത്ത് സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. ആ സർവീസ് റോഡിന് 2 പാലം ആവശ്യമുണ്ടായിരുന്നു, ചെറിയൊരു തോട് ക്രോസ് ചെയ്യുന്ന. ആ പാലത്തിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്ത് പാലത്തിൻ്റെ മേളിൽ കൂടി ടാറിങ് വർക്ക് പൂർത്തിയായിട്ടുണ്ട്. അത് 2 ഭാഗത്തെ വർക്ക് നമ്മൾ പോയി കാണാം കേട്ടോ. 2 ഭാഗത്ത് കൂടി നമുക്ക് വണ്ടി ഓടിച്ച് പോയി കാഴ്ചകൾ കാണേ. വളരെ ഫാസ്റ്റായിട്ടാണ് കേട്ടോ അവിടെ വർക്ക് നടന്നത്. ഉടനെ തന്നെ മെയിൻ റോഡ്, ഉടനെ തന്നെ വാഹനങ്ങൾ സർവീസ് റോഡ് വഴി കയറ്റി വിട്ട് മെയിൻ റോഡിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നല്ല രീതിയിൽ ഉയർന്നിട്ടായിരിക്കും വരുന്നത്. കാരണം തൊട്ടടുത്ത് ഒരു അണ്ടർപാസ് ഉണ്ട്. അപ്പോൾ ഇവിടെ റോഡ് നല്ല ഹൈറ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് സർവീസ് റോഡ് കേട്ടോ 2 ദിവസം കൊണ്ടായതേ ഉള്ളൂ. 1 ദിവസം കൊണ്ടായതേ ഉള്ളൂ ടാർ ചെയ്തിട്ട്. നമുക്ക് സർവീസ് റോഡിൽ കൂടി ഒന്ന് പോകാം. ഉണ്ടാവും. വാവ്, ഇത് നാവായികുളം തട്ടുപാലമാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതല്ല, ഈ സർവീസ് റോഡിൻ്റെ ഒരു പാലം ആവശ്യമാണ് കേട്ടോ. ഈ സർവീസ് റോഡിൻ്റെ പാലമാണ് ഇത്. പാലത്തിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തു. ചെറിയൊരു തൊട്ടി വെള്ളമൊന്നുമില്ല. വാവ്, എന്നാ ഉണക്കാണ് നമ്മുടെ നാട്ടിൽ അടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പാലമാണ്. ഈ പാലത്തിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്ത് അപ്പോൾ അതിൻ്റെ മേളിൽ കൂടി റോഡ് ടാർ ചെയ്തിട്ടുണ്ട് കണ്ടോ. അടിപൊളി. 2 ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ. ഫുള്ള് ടാർ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഓ വാവ്, റോസ് ഗാർഡൻ, ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഇനി നമുക്ക് അപ്പുറ സൈഡിലെ റോഡും ടാർ ചെയ്തിട്ടുണ്ട്, സർവീസ് റോഡ്. അതും കൂടെ ഒന്ന് കാണേ. ഇവിടെ കുറച്ച് ഭാഗം ടാറിങ് ചെയ്തില്ലല്ലോ. ഇവിടെയൊക്കെ ലെവലായല്ലേ ഇപ്പോൾ, വീടും റോഡും എല്ലാം കൂടെ കാണാൻ സെറ്റപ്പ്. പാവം.
ഈ ഭാഗത്ത് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്, സർവീസ് റോഡ്. മെയിൻ റോഡ് നല്ല ഉയരത്തിലായിരിക്കും ഇവിടെ വരുന്നത്. അപ്പുറ സൈഡും ഈ പാലത്തിൻ്റെ അടുത്ത് ചിക്കക്കടയായിരുന്നു, പക്ഷെ കോഴിക്കട. ഇപ്പുറത്തും കോഴിക്കട. വാട്ട് എ കോയിൻസിഡൻസ്. കണ്ട, ഇവിടെയാണ് ആ പാലം. അതാണ് ഇപ്പോൾ നിലവിലുള്ള റോഡ് പോകുന്ന പാലം. റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് പുതിയതായിട്ട് പണിത പാലമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുതുതായിട്ട് പണി കഴിപ്പിച്ച പാലമാണ്. അടിപൊളി. ഇതാണ് തട്ടുപാലത്ത് വരുന്ന അണ്ടർപാസ്. ഇതൊക്കെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വീതിയുള്ള അണ്ടർപാസ്സാണ്. തട്ടുപാലം കഴിഞ്ഞ് ഈ അണ്ടർപാസ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ പണികൾ നടക്കുന്നുണ്ട്. കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊക്കുകയാണ്. എന്താ കോൺക്രീറ്റ് ഭിത്തി കെട്ടിപ്പൊക്കുകയാണ്. കാരണം ഇവിടെ റോഡ് നല്ല ഉയർന്നു വരണമല്ലോ. അപ്പോൾ കെട്ടിപ്പൊക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ മണ്ണിട്ട് ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡും മണ്ണിട്ട് ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് കേട്ടോ റോഡ് പണി നടക്കുന്നത്. തട്ടുപാലം കഴിഞ്ഞ് 28ാം മൈലും കഴിഞ്ഞ് തൊട്ട് താഴെ ഒരു ഇറക്കം കയറ്റമാണ്. ഇത് കഴിഞ്ഞ് തട്ടുപാലം കഴിഞ്ഞ് പിന്നെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. പിയറിൽ വരുന്ന അണ്ടർപാസ്സാണ്. അതിൻ്റെ പണികൾ ഇത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്ന ഒരു പ്രദേശം, സ്ഥലം കൂടിയാണ്. സർവീസ് റോഡ്, അപ്പുറത്ത് സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ റോഡ് നിരപ്പാക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ റോഡ് ഉയർന്നിട്ടാണ് വരുന്നത്. അപ്പുറത്ത് ഇതുള്ളതിനെ കൊണ്ട് തന്നെ, അണ്ടർപാസ് ഉള്ളതിനെ കൊണ്ട് തന്നെ ഇവിടെയൊക്കെ റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. വളരെ അത്യാവശ്യം നല്ല സ്പീഡിന് വർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഭാഗത്തൊക്കെ ഉടനെ പുതിയ റോഡ് ടാറിങ് നടത്തും കേട്ടോ. ഉടനെ ഈ ഭാഗത്തെല്ലാം ഫുള്ള് 6 വരി പാത ടാറിങ് പണി തുടങ്ങും കേട്ടോ. ഈ ഭാഗത്തെല്ലാം 6 വരി പാതയുടെ ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആഹാ, സർവീസ് റോഡ് ഇത്രയും ദൂരത്തേക്ക് ടാർ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇനി വാഹനങ്ങളെ സർവീസ് റോഡ് വഴി കയറ്റി വിട്ടിട്ട് മെയിൻ റോഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ടാറിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ തിരുവനന്തപുരം ജില്ല ഇവിടെ എൻ്റെ ആവാൻ പോവാണ്. നമ്മൾ കടമ്പാട്ട് കോണത്ത് എത്തിയിട്ടുണ്ട്. അയ്യോ, ഇതെന്തുമായി ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. തിരുവനന്തപുരം ജില്ലയിലെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ കൊല്ലം ജില്ലയിലേക്ക് കയറുമ്പോൾ കൊല്ലം ജില്ല ബഹുദൂരം മുന്നിലാണെന്ന് തോന്നും. അത്രത്തോളം വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ 6 വരി പാതയുടെ ടാറിങ് പണി പൂർത്തിയായിട്ടുണ്ട്. അടിപൊളി. ഇവിടുന്ന് നമുക്ക് കൊല്ലം ജില്ലയിലെ കാഴ്ചകൾ പ്രത്യേകമായിട്ട് കാണാം കേട്ടോ. കണ്ടോ, കൊല്ലം ജില്ലയിലെ പണികൾ അതിവേഗം ദ്രുതവേഗം പണികൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. ആലിപ്പഴം പെറുക്കാം കൂടാതെ വർത്തി. ഇങ്ങനെയാണ് ഫ്രണ്ട്സ് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കുള്ള എൻട്രി. നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് കൂടി മാത്രമേ നമ്മൾ എന്നെ 66 നിന്ന് സർവീസ് റോഡിലേക്ക് കയറാനും സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങാനും പറ്റും. ഇവിടുത്തെ ബ്യൂട്ടി ഒക്കെ വേറെ ലെവൽ കാഴ്ചയാണ് കേട്ടോ. കൊല്ലം ജില്ലയിലേക്ക് കയറിയപ്പം റോഡ് കംപ്ലീറ്റ് മാറി. ഓ